നമ്മുടെ റിപ്പോർട്ടർ ചാനലുകാർ കഴിഞ്ഞ ദിവസം വലിയ ബ്രേക്ക് ഇട്ടടിച്ച ഒരു വാർത്തയുണ്ട്. നാളെ രാവിലെ മുഖമൂടി അഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത. സംഗതി ഞാൻ കേട്ടപ്പോൾ വിചാരിച്ചു, പണ്ട് മംഗളം ചാനൽ ഇതുപോലൊന്ന് മുഖമൂടി അഴിച്ചു. മുഖമൂടി അഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നീട് മൊത്തത്തിലങ്ങ് അഴിഞ്ഞു പോയെന്ന് മാത്രമല്ല, ആരുടേതാണോ അഴിക്കാൻ ശ്രമിച്ചത് പുള്ളി ഇപ്പോഴും കേരള നിയമസഭയിൽ മന്ത്രിയായി ഇരിക്കുന്നുമുണ്ട്. അത് പുറത്തുവിട്ട ആളാകട്ടെ പിന്നീട് മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എങ്ങും കണ്ടതുമില്ല. ഏതായാലും മുഖമൂടി അഴിക്കൽ എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നു എന്ന തരത്തിലാണ് അവർ പ്രതീക്ഷിച്ചതെങ്കിൽ അതിനോടുള്ള പ്രതികരണം വന്നത് മറ്റ് രീതികളിലാണ്. പ്രത്യേകിച്ച് വേറെ വാർത്തയൊക്കെ കൊടുത്ത് ഇങ്ങനെ കത്തി നിൽക്കുന്നതുകൊണ്ട് ഈ മുഖമൂടി അഴിക്കുന്നത് എന്ത് ആണെന്ന് കാണാനിരിക്കുമ്പോഴാണ് പൾസർ സുനിയാണ് മുഖമൂടി അഴിച്ചിരിക്കുന്നത്. അതിസാഹസികമായ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ മുഖമൂടി അഴിഞ്ഞ് താഴെ വീണ വാർത്ത കണ്ട് കേരളത്തിൽ ഇന്ന് രാവിലെ 8 മണിക്ക് ഒരുപാട് ആളുകൾക്ക് ഹൃദയാഘാതം വന്ന് കാർഡിയോ വാസ്കുലാർ സ്പെഷ്യലൈസേഷൻ ഹോസ്പിറ്റലുകളിലേക്ക് ആളുകളെയൊക്കെ പ്രവഹിപ്പിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ സംഗതി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ആളുകളൊക്കെ തലയിൽ കൈവച്ച് ചിരിയോടെ ചിരിയാണ്. സംഗതി എന്തുവാ? പൾസർ സുനി പുള്ളി ഭയങ്കര സത്യസന്ധനായ ഒരാളാണല്ലോ, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. പുള്ളി വളരെ ക്രെഡിബിലിറ്റിയുള്ള ആളാണ്, വലിയ മൂല്യവത്തായ ആളാണ്. ഏത് ത്രാസിൽ വെച്ച് തൂക്കിയാലും ത്രാസിൻ്റെ തട്ട് ഇടിഞ്ഞ് പറിഞ്ഞ് വലിഞ്ഞ് താഴെ വീണ് പൊട്ടിപ്പോകുന്ന അത്രയും മൂല്യമുള്ള ആളാണ് പുള്ളി വളരെ രഹസ്യമായി 1.5 കോടി രൂപ ദിലീപ് കൊടുത്ത സംഗതി പറയുകയാണ്. അത് കണ്ടാൽ നമ്മളില്ല പണ്ട് പറയുന്നത് പോലെ എൻ്റെ പിതാവ് ഇവിടെ എങ്ങുമില്ല, ഈ കൊട്ടയിൽ അടിയിലുമില്ല എന്ന് പറയുന്നത് പോലെ അത് നടന്നതും നടത്തിയതും എങ്ങനെയാണെന്നുള്ളത് കണ്ടാൽ ആർക്കും ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. പിന്നെ എന്ത് മൂല്യമുള്ള ഒരാളുമാണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സത്യസന്ധനായ, സത്യം മാത്രം സംസാരിച്ചിട്ടുള്ള, ധർമ്മം മാത്രം പ്രവർത്തിച്ചിട്ടുള്ള, സാക്ഷാൽ തിരുവനന്തപുരത്തെ സ്റ്റാച്യു ജംഗ്ഷനിൽ സ്റ്റാച്യു മാറ്റി അവിടെ പ്രതിഷ്ഠിക്കേണ്ട ഒരാളാണ് ആര്? പൾസർ സുനിൽ. ആ പൾസർ സുനിലിൻ്റെ വെളിപ്പെടുത്തലാണ് കേരളത്തെ ഞെട്ടിക്കാൻ, മുഖമൂടി അഴിക്കാൻ, പിന്നെ ഉടുപ്പഴിക്കാൻ, മുണ്ടഴിക്കാൻ ഒക്കെ ആയിട്ട് കൊണ്ടുവന്നത്. സംഗതി അഴിഞ്ഞത് ദിലീപിൻ്റേതും വേറെ ആരുടേതുമല്ല, ഇത് മഹാകാര്യമായി കൊണ്ടുവന്നവരുടെ ആണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഏതായാലും ഇത്തരം കാര്യങ്ങളെ ഇപ്പം തിരിച്ചറിയാൻ മലയാളി പഠിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായൊരു കാര്യം.